ജൂലൈ 31 വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയുടെ തിരുനാൾ. 1491 സ്പെയിനിലെ ബാസ്ക് പ്രദേശത്തുള്ള ലയോള കോട്ടയിലാണ് വിശുദ്ധ ഇഗ്നേഷ്യസ് ജനിച്ചത്. ചെറുപ്പത്തിൽ ധീരനായ ഒരു പോരാളിയാവാനും രാജസദസ്സിലെ പ്രശസ്തിയും ആഡംബര ജീവിതവും നേടാനുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. യുദ്ധക്കളത്തിൽ ധൈര്യശാലിയായ ഒരു പടയാളിയായി അദ്ദേഹം പേരെടുത്തു. 1521 പാംപ്ലോണ യുദ്ധത്തിൽ ഫ്രഞ്ച് സൈന്യത്തോട് പോരാടുന്നതിനിടെ ഒരു പീരങ്കി ഉണ്ടതട്ടി അദ്ദേഹത്തിൻ്റെ കാലിന് കഠിനമായി പരിക്കേറ്റു. ഒന്നിലധികം ശസ്ത്രക്രിയകൾക്ക് വിധേയനായെങ്കിലും കാലിലെ മുറിവ് പൂർണ്ണമായി ഭേദമായില്ല. മാസങ്ങളോളം രോഗക്കിടക്കയിൽ അദ്ദേഹത്തിനു കഴിയേണ്ടി വന്നു. കിടപ്പിലായിരുന്ന സമയത്ത് വായിക്കാൻ വീരകഥകൾ ചോദിച്ചെങ്കിലും അവിടെ ഉണ്ടായിരുന്നത് യേശുക്രിസ്തുവിൻ്റെ ജീവിതവും വിശുദ്ധരുടെ ജീവചരിത്രവും മാത്രമായിരുന്നു. ആ പുസ്തകങ്ങൾ വായിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വലിയൊരു മാറ്റമുണ്ടായി. ഈ വിശുദ്ധർക്ക് ഇതെല്ലാം ചെയ്യാൻ സാധിക്കുമെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് സാധിച്ചുകൂടാ എന്ന് അദ്ദേഹം ചിന്തിക്കാൻ തുടങ്ങി. സുഖം പ്രാപിച്ച ശേഷം അദ്ദേഹം തൻ്റെ വാളും പടയങ്കികളും മോണ്ട്സെറാറ്റിലെ പരിശുദ്ധ അമ്മയുടെ മദ്ബഹയിൽ സമർപ്പിച്ച് ഒരു ആത്മീയ തീർത്ഥാടകനായി മാറി. മൻരേസ എന്ന സ്ഥലത്തെ ഗുഹയിൽ മാസങ്ങളോളം പ്രാർത്ഥനയിലും ഉപവാസത്തിലും കഴിഞ്ഞു. ഈ പ്രാർത്ഥന അനുഭവങ്ങളിൽ നിന്നാണ് ലോകപ്രശസ്തമായ ആത്മീയ പരിശീലനങ്ങൾ എന്ന ഗ്രന്ഥം അദ്ദേഹം രചിച്ചത്. ദൈവഹിതം വിവേചിച്ചറിയാൻ ഇന്നും സഭ ഉപയോഗിക്കുന്ന മികച്ചൊരു വഴികാട്ടിയാണിത്. 33-ാം വയസ്സിൽ വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള വിദ്യാഭ്യാസം തുടരാൻ തീരുമാനിച്ചു. പാരീസ് സർവകലാശാലയിൽ പഠിക്കുമ്പോഴാണ് വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ, വിശുദ്ധ പീറ്റർ ഫാവർ തുടങ്ങിയ ആത്മീയ സുഹൃത്തുക്കളെ അദ്ദേഹം കണ്ടുമുട്ടുന്നത്. പാരീസിൽ വെച്ച് വിശുദ്ധ ഇഗ്നേഷ്യസും 6 സുഹൃത്തുക്കളും ചേർന്ന് ബ്രഹ്മചര്യവും ദാരിദ്ര്യവും ദൈവസേവനവും വ്രതമെടുത്തു. പോൾ 3-ാമൻ മാർപ്പാപ്പ ഈ കൂട്ടായ്മയ്ക്ക് അംഗീകാരം നൽകിയതോടെ ഈശോ സഭ, സൊസൈറ്റി ഓഫ് ജീസസ് ജെസ്യൂട്ട്സ് നിലവിൽ വന്നു. ഇഗ്നേഷ്യസ് ലയോള ആയിരുന്നു ഇതിൻ്റെ ആദ്യ ജനറൽ. എല്ലാം ദൈവത്തിൻ്റെ കൂടുതൽ മഹത്വത്തിനായി ഇതായിരുന്നു ഇതിൻ്റെ പ്രധാന മുദ്രാവാക്യം. 1556 ജൂലൈ 31 റോമിൽ വെച്ച് അദ്ദേഹം ദൈവത്തിൽ നിദ്ര പ്രാപിച്ചു. 1622 മാർച്ച് 12 വിശുദ്ധ ഗ്രിഗറി 15-ാമൻ മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. എല്ലാ വർഷവും ജൂലൈ 31 വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയുടെ തിരുനാൾ ആഘോഷിക്കുന്നത്. സ്വന്തം സുഖസൗകര്യങ്ങളും പദവികളും ഉപേക്ഷിച്ച് ക്രിസ്തുവിനായി ജീവിതം മാറ്റിവെച്ച വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയുടെ ജീവിതം നമുക്കും വലിയൊരു പ്രചോദനമാണ്. ജീവിതത്തിൽ എവിടെയെങ്കിലും തോറ്റുപോയി എന്ന് തോന്നുമ്പോൾ വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയെ ഓർക്കുക. നമ്മുടെ ഒടിഞ്ഞുപോയ സ്വപ്നങ്ങൾ പുതിയൊരു വലിയ ജീവിതത്തിലേക്കുള്ള വഴിത്തിരികളാവാം. തിരിച്ചടികളെ അതിജീവിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യം കണ്ടെത്താൻ നമുക്കാവട്ടെ. പരിക്കേറ്റ നിമിഷത്തെ തൻ്റെ വളർച്ചയാക്കി മാറ്റിയ വിശുദ്ധ ഇഗ്നേഷ്യസിനെ പോലെ നമ്മുടെ പ്രയാസങ്ങളെ പുതിയൊരു തുടക്കമാക്കി മാറ്റാം. എല്ലാവർക്കും വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയുടെ തിരുനാൾ മംഗളങ്ങൾ പ്രാർത്ഥനാപൂർവം നേരുന്നു.